ദിവസമായി പ്രസവിച്ചിട്ട്. ലിറ്റർ മേലില്ല ചെരു ഉണ്ടോ? കള്ളമല്ലല്ലോ. ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടിയല്ല, എന്നും കൊടുക്കും. പിന്നെ മരുന്നുകാർ വന്നാൽ ഞാൻ പൈസ അവര് ചോദിക്കത്തില്ല. പ്രസവിച്ചാണ് മറ്റേ ആടിന്റെ പാല് കറന്നു കൊടുത്ത് അത്ര ജീവിക്കുന്നു. അല്ല വേറെ ഒന്നും ഒരു പരിപാടിയില്ല. ക്യാമറ വെച്ചിട്ടാണ് അല്ല, ക്യാമറ അല്ല, പെരക്കകത്ത് മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട്. പെരക്കകത്ത് വെച്ചിട്ടുണ്ട്, ഭിത്തിക്കകത്ത്. മോഷണം നടക്കുന്നതിന് ഇവിടെ നിന്ന് അഴിച്ചോണ്ട് പോകാൻ തുടങ്ങി ആടിന്. ഇതിനെ ഒന്നിനെ കൊണ്ട് എത്ര കിട്ടുന്നേ മതി. എനിക്കെല്ലാവരും എത്ര രൂപ? 85,000 രൂപ പറഞ്ഞാൽ ആണിക്കുന്നു. കൊടുത്തില്ല. 85,000 രാജസ്ഥാനിൽ കിട്ടത്തില്ല. ക്വാളിറ്റിയാണ് നോക്കേണ്ടി ആടിന്. അല്ലാതെ എന്നിട്ട് പിന്നെ 10 രൂപയുടെ 5 രൂപയുടെ മേടിച്ചോണ്ട് വന്നിട്ട് അതുകൊണ്ട് അവിടെ വില കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കഥയില്ല. അല്ല, ഏതൊരു സാധനം മേടിക്കുമ്പോൾ ക്വാളിറ്റിയാണ് നോക്കുന്നത്. അതേ ഞാൻ പറഞ്ഞോളൂ. ഈ കളിയാക്കുന്നവരും കമന്റ് ചെയ്യുന്നവരും ഇട്ടോട്ടെ, എനിക്ക് വളരെ സന്തോഷം. എനിക്കത് തെറ്റുകുറ്റങ്ങൾ വന്നാൽ തിരുത്താവല്ലോ. പക്ഷെ ഇവരൊരെണ്ണത്തിനെ ഇതുപോലെ മേടിച്ചൊന്ന് വളർത്ത്. വെല്ലുവിളിയായിട്ട് പറയുക. വെല്ലുവിളിയാ. എന്നിട്ട് പറ അവന്റെ ആദ്യം അടിക്കുവാണ്, മറ്റേ അടിക്കുവാണ്, മറിച്ച് അടിക്കുകയാണ്, അവന്റെ വീമ്പിളക്ക് കണ്ടില്ലയോ? ഞാനൊരു വീമ്പ് കിളക്കുന്നില്ല. ഇഷ്ടമുള്ളവർ വന്ന് മേടിച്ചാൽ എനിക്ക് വിരോധമൊന്നുമില്ല. എത്ര ആടുകളുണ്ട് മൊത്തത്തിൽ? ഇപ്പൊ 17 ആടുണ്ട്. കുട്ടികളെല്ലാം കൂടെ കൂട്ടി. കുട്ടികളായി വരുന്നേ ഉള്ളൂ നമുക്ക് കൊടുക്കാൻ. ആൾക്കാർ വിളിക്കുന്നുണ്ട്, കുട്ടികളില്ല. പറഞ്ഞ മനസ്സിലായി. അപ്പം ഇത് ഞാൻ 4 മാസം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇവര് വളർന്ന് വരണ്ടേ. പിന്നെ ഇതിനകത്ത് സാമ്പത്തികം മുടക്കാനില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും പറ്റി കിടക്കുന്ന ഒരു കുഴപ്പം. അല്ലേ വെളിയിൽ നിന്ന് ചനയാടുകളെ കൊണ്ടുവന്ന് ഇവിടെ പ്രസവിച്ച കുട്ടികളെ ഉത്പാദിപ്പിച്ച് കൊടുക്കാന്ന് ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇപ്പൊ സാമ്പത്തികം മുടക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർ വിളിക്കുമ്പോൾ അവരെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒന്നും സൗകര്യം കാണത്തില്ല, പുല്ല് നടാൻ സൗകര്യം കാണത്തില്ല. പിന്നെ ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. കാര്യം ഇവിടുന്ന് ഞാൻ പ്രശസ്തിയാണ്. സിരോജി മോനെ 110 കിലോ ഉണ്ട്. പിന്നെ ഷേറാബിറ്റ് പഞ്ചാബ് കർണാടക, പിന്നെ വേലിയാടുകൾ, പിന്നെ ഡബ്ബ ബീറ്റൻ. ഇപ്പൊ കറന്ന് മക്കളെ പോലെയല്ല, അവനെന്റെ മക്കളാ. എനിക്ക് കുടുംബമൊന്നുമില്ല, അവരെന്റെ മക്കളാ. ഒരെണ്ണത്തിനെ കൊടുക്കാതെ ഇത് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഒരു കുറ്റിയെ കൊടുക്കുമ്പോൾ എന്റെ ചങ്ക് പറഞ്ഞു പോകും. നമ്മളെ മക്കളെ എങ്ങനെ വേറൊരാൾക്ക് കൊടുക്കുന്നു? അല്ലെ, നമ്മുടെ സൗകര്യം കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്തുമാരം പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞിനെ പിടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ചങ്ക് കൂട്ടിയാ കൊടുക്കുന്നു. കാര്യം ഞാൻ നോക്കുന്ന പോലെ അവർ നോക്കില്ല. ചിലർ നോക്കും കേട്ടോ. ഇല്ല, എല്ലാരെയും പറയരുത്. എന്നെക്കാട്ടി വൃത്തിക്ക് നോക്കുന്നവരുണ്ട്. എല്ലാവരും നമ്മൾ പറയല്ലോ. ഭയങ്കര പണക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ തൊടുപുഴയ്ക്ക് അപ്പുറത്തൊന്നും ഒരു ഭയങ്കര പണക്കാർ ഇവിടെ വന്നു. അവര് വന്നുടനെ ഓടി വന്ന ആട്ടുകുട്ടിയെ ഞാൻ അവരായിട്ട് വണ്ടിയൊക്കെ കണ്ട് നമ്മൾ ഭയന്നു ഒഡീശ്വര. പക്ഷെ അവരൊക്കെ ആ കുട്ടിയോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കി. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കഥയുണ്ടോ? അവരോട് ഒരാളും ചെയ്യാത്ത കാര്യമാണ്. ഞാൻ ഇവിടെ പലരും വരുമ്പോഴും നോക്കും. ചിലർ കുട്ടികളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി. അവർ ഓടി വന്ന കുട്ടിയെ കണ്ടപ്പോൾ എടുത്ത്, എനിക്കറിയാം മക്കളെ സ്നേഹിക്കത്തില്ല, അതുപോലെ അവർ സ്നേഹിക്കും അവർ. അപ്പൊ ഞാൻ ലോകത്ത് പണമല്ല വരും. പെണ്ണാടിനെ ഇങ്ങനെ വരത്തുള്ളൂ. പെണ്ണാടിന് ഇങ്ങനെ പറഞ്ഞ് നല്ല നേരം ചോദിക്കണം, കിട്ടത്തില്ല. പിന്നെ ഈ കളറ് ഇത് മുറിയാതെ, ഈ ഷെയ്ഡ് മുറിയാതെ, ഇവിടെ 2 ചുഴി. എന്നെ സാറേന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞു, ഞാനൊരു കർഷകൻ, എന്നെ സാറേന്ന് വിളിക്കണം. അതെനിക്ക് ഇഷ്ടമല്ല. ഷെയ്ക്കാൻ്റെ വരില്ല. ഇത്ര നീറ്റായിട്ട് ഇട്ടോട്ടാണ് കാര്യങ്ങൾ ഓടുന്നത്. ഇവിടെ ആളുണ്ടെന്ന് കയറി എന്നെ പറയുമായിരുന്നു. ഇല്ലില്ല, ഫ്രണ്ടിലില്ല, പുറകിലല്ലേ. അല്ല, അലക്കോ വല്ല വിഷയം വല്ലതും ഉണ്ടോ? ശല്യമില്ല. അപ്പൊ അങ്ങനെ ഞാൻ അവരെ വളർത്താൻ. എന്റെ മക്കളാ അവര്. ഞാൻ തിന്നില്ലേലും ഞാനിങ്ങനെയൊക്കെ ഇരിക്കും, തിന്നില്ലേലും അവർക്ക് കൊടുക്കും കയറ് നിറച്ചാൽ. അതുകൊണ്ടാണ് ഈ ആടുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല ഇവിടുന്ന് ഇപ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് മേടിച്ചോണ്ട് പോയി നോക്കാതെ ഇട്ടിട്ട് പറയാ പൊങ്ങിയടുത്തൊന്നും മേടിച്ചോണ്ട് ഇല്ലാത്ത വില കൊടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ പറ്റിയെന്ന് എന്നോട് പറയാം. ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കും. ഇഷ്ടമുണ്ടേ കൊണ്ടുപോയാണ്. ഈന്തപ്പഴോ ഒത്തിരിയല്ല, ഈ 2 മുട്ട, മീനെണ്ണ ഇതൊന്നും മുട്ടന്മാർക്ക് ഞാൻ കൊടുക്കില്ല. പിന്നെ മുട്ടന്മാരെ എല്ലാം വാഷ് ചെയ്യും, കുളിപ്പിച്ച് വൃത്തിയാക്കി. ഇപ്പൊ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റേ ഇവിടെ എന്നാലും എന്തെങ്കിലും വൃത്തികേടുണ്ടോ? അപ്പം ഇത്ര വലിയ വീട്, അമ്മമാരുടെ വീടാ ഇല്ല കിടക്കുന്നത്. ഇല്ല നടുക്കിക്കുന്നു. ഇവിടെ മോൻ 4 ലിറ്റർ പാല് കിട്ടും. ഇപ്പൊ ചനയുണ്ട്. 8ാമത്തെ പ്രസവം. 4 കളറുണ്ട് ഇതിന്റെ കൊമ്പിന്. ഈ കൊമ്പ് കഴിഞ്ഞ ഈ പിടിപിടിയില്ല ചത്താലും. മനസ്സിലായി. പത്തനംതിട്ട ജില്ലയില് കോന്നിയില് പൈനാമൺ തേക്കുമല ആടുവിജയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. ഇപ്പൊ ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ആടിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയും. അത് ഒറിജിനൽ സാധനത്തിന്റെ സാധനം. കുട്ടികളെ കണ്ടല്ലോ, എല്ലാത്തിനെയും കണ്ട്. ഒറിജിനൽ അല്ലയോ? എല്ലാം ഒറിജിനൽ കണ്ട് ബോധ്യമായിട്ടാണ് പറയുന്നത്. പറഞ്ഞില്ല, അതിന് ചാടി വന്നു. ഇത് മലബാരിയാണ്.